ശമ്പളത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയല്ലല്ലോ. ജനങ്ങളുടെ സ്നേഹം തന്നെയാണ് അത്. കോൺഗ്രസ് പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പാർട്ടി ചാനൽ പോകാൻ പറയുകയാണെങ്കിൽ ചാനൽ പോകും, ചായക്കടയിൽ പോയി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറയുകയാണെങ്കിൽ അത് ചെയ്യും. പഴയ മെമ്മറിയൊക്കെ ഡിലീറ്റ് ചെയ്ത് പുതിയ മെമ്മറിയൊക്കെ കയറ്റുന്നത്. രാഹുൽ ജയിലിൽ പോയപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി 150 പെൺകുട്ടികൾ അവിടെ കാത്തു നിന്നിരുന്നു. വെറുതെയാണോ 18,800 വോട്ട് ഭൂരിപക്ഷം കിട്ടിയത്? ചെയ്തോളണം എന്ന് പറഞ്ഞാൽ സൗകര്യമില്ല എന്ന് പറയാൻ കഴിവുള്ളൂ. നമസ്കാരം. BJPയുടെ ആശയങ്ങളും നയങ്ങളുമെല്ലാം തന്നെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ചാനൽ ചർച്ചകളിലെ നിറസാന്നിധ്യമായിരുന്ന സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചേക്കേറിയിരിക്കുകയാണ്. പ്രധാനമായും പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് സന്ദീപ് വാര്യർ ഇനി കോൺഗ്രസിൻ്റെ പ്രചാരകനായി ചാനൽ ചർച്ചകളിൽ എത്തുമോ എന്നതാണ്. എന്തായാലും അദ്ദേഹം തന്നെ ഇപ്പോൾ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പോൾ മറുനാടനോട് പങ്കുവയ്ക്കുകയാണ്, എത്തിയിരിക്കുകയാണ്. പ്രവർത്തകരുടെയൊക്കെ ഫാൻസ് കൂടുതലാണ് നിലവിൽ പൊതുവെ. അങ്ങനെയല്ല, നമ്മൾ പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്ന സമയത്ത് ജനങ്ങളുടെ സ്നേഹവും അതുപോലെ തന്നെ അവരുടെ ഒരു ആശീർവാദവും ലഭിക്കുക എന്നുള്ളത് ഒരു പൊതുപ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മളതൊരു ശമ്പളത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയല്ലല്ലോ. ജനങ്ങളുടെ സ്നേഹം തന്നെയാണ് ഏതൊരു പൊതുപ്രവർത്തകൻ്റെയും ഏറ്റവും വലിയ ഊർജ്ജമെന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ ഈ ലഭിക്കുന്ന സ്നേഹവും ആശീർവാദങ്ങളും ഒക്കെ എൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ തീർച്ചയായിട്ടും അത് വലിയ ആവേശമായിരിക്കും, ഊർജ്ജമായിരിക്കും. എനിക്ക് കൂടുതൽ നന്നായി ജനങ്ങളുടെ ഇടയിൽ ഇടപഴകാനും അവരോട് സംവദിക്കാനും ഒക്കെ വലിയ പ്രോത്സാഹനം നൽകുന്നതാണ് എന്നുള്ളത് തർക്കമൊന്നുമില്ല. ഈ പൊതുസമൂഹത്തിൽ നിന്നും പ്രധാനമായി ഉയർന്നു വരുന്ന ഇനി ചാനൽ ചർച്ചകളിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകനായി താങ്കൾ എത്തുമോ? അത് കോൺഗ്രസ് പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പാർട്ടി ചാനൽ പോകാൻ പറയുകയാണെങ്കിൽ ചാനൽ പോകും, ചായക്കടയിൽ പോയി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറയുകയാണെങ്കിൽ അത് ചെയ്യും. ഈ മാങ്കൂട്ടത്തിൻ്റെ വിജയത്തെ എങ്ങനെ നോക്കിക്കാണും? ഐതിഹാസികമായിട്ടുള്ള വിജയമാണ്. ഈ സംസ്ഥാനത്തെ ജനങ്ങളെ ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിച്ച് പോളറൈസ്ഡ് പൊളിറ്റിക്സ് കളിച്ച് രാഷ്ട്രീയ വിജയം നേടാൻ വേണ്ടി, തെരഞ്ഞെടുപ്പ് വിജയം നേടാൻ വേണ്ടി CPMും BJPയും നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾക്ക് പാലക്കാട്ടെ ജനങ്ങൾ കൊടുത്തിട്ടുള്ള മറുപടിയാണ്. പിണറായി വിജയനാണ് വാസ്തവത്തിൽ BJPക്ക് വേണ്ടി പാലക്കാട് പ്രവർത്തിച്ചത്. BJPയുടെ സ്റ്റാർ ക്യാമ്പയിനർ മുഖ്യമന്ത്രി പിണറായി വിജയനും CPMുമായിരുന്നു. BJPക്ക് പറയാൻ കഴിയാത്ത കാര്യങ്ങൾ പത്രപരസ്യമാക്കി CPM നൽകുകയും അതിൻ്റെ പണം BJP ആഫീസ് നൽകുകയും ചെയ്യുന്ന സാഹചര്യം പാലക്കാടുണ്ടായി. അങ്ങനെ സമൂഹത്തെ പോളറൈസ് ചെയ്ത് അപകടകരമായിട്ടുള്ള ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം കളിച്ചിട്ടുള്ള CPMനും BJPക്കും മറ്റേ കനത്ത പ്രഹരം തന്നെയാണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ഫലം. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യുവ നേതാവിന് അദ്ദേഹം ഈ സംസ്ഥാനത്തെ ജനവിരുദ്ധ സർക്കാരിനെതിരായി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ മുന്നണി പോരാളി എന്ന നിലയിൽ ജനങ്ങൾ നൽകിയിട്ടുള്ള അംഗീകാരം കൂടിയാണ്. അതുകൂടാതെ ഈ പാലക്കാട് ഈ ടൗൺ ഈ മുനിസിപ്പാലിറ്റി ഏരിയയിൽ വലിയ രീതിയിൽ BJPക്ക് ഒരു വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. അതിനെങ്ങനെ നോക്കിക്കാണും? അവിടെ പാലക്കാട്ട് ഒന്ന് BJPയുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിനിടയിൽ ആ സ്ഥാനാർത്ഥിക്കെതിരായി വലിയ വികാരം ഉണ്ടായിരുന്നു. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ആ ഘട്ടത്തിലൊക്കെ ഒരു അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും സ്വഭാവത്തിൽ പെരുമാറിയത് കൊണ്ടാണ് അവർക്ക് ഈ വലിയ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇത് സ്വാഭാവികമായി സംഭവിച്ചിട്ടുള്ളതാണ്, അത് അനുഭവിക്കാതെ പറ്റില്ലല്ലോ. പഴയ മെമ്മറിയൊക്കെ ഡിലീറ്റ് ചെയ്ത് പുതിയ മെമ്മറിയൊക്കെ കയറ്റുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു പ്രയാസമുണ്ട്. ഇവിടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞു, രാഹുൽ ജയിലിൽ പോയപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി 150 പെൺകുട്ടികൾ അവിടെ കാത്തു നിന്നിരുന്നു. വെറുതെയാണോ 18,800 വോട്ട് ഭൂരിപക്ഷം കിട്ടിയത്? ഷാഫി പോയപ്പോൾ പകരം രാഹുലാ വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാലക്കാട്ടെ വോട്ടുകൾ എങ്ങനെയാണ് പോൾ ചെയ്തിരിക്കുക എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ്. ഞാനീ പലപ്പോഴും BJPയിൽ നിൽക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഇൻസ്റ്റാ വോട്ടേഴ്സ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇൻസ്റ്റാ വോട്ടേഴ്സ്, അതായത് ഒരു 18 വയസ്സ് മുതൽ മുകളിലേക്കുള്ള വോട്ടേഴ്സ് ഉണ്ടല്ലോ, അവർക്കാർക്കും ഇങ്ങനെ രാഷ്ട്രീയത്തിൽ അങ്ങനെ താല്പര്യം, അതായത് കക്ഷി രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല, പക്ഷെ അവർ പൊളിറ്റിക്കലി നല്ല ജ്ഞാനമുള്ള കുട്ടികളാണ്. ഇപ്പം എൻ്റെ മകനൊക്കെ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം അവന് കക്ഷി രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല. പക്ഷേ സംസാരിക്കുന്ന പലപ്പോഴും അമേരിക്കൻ ഇലക്ഷനെ കുറിച്ചോ യൂറോപ്പിലെ ഏതെങ്കിലും ഇലക്ഷനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കുട്ടികൾ, ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് അവർക്ക് രാഷ്ട്രീയമായിട്ട് ജ്ഞാനമുണ്ട്, കക്ഷി രാഷ്ട്രീയത്തിലല്ല, അവർക്ക് നിലപാടുകളുണ്ട്. ആ നിലപാടുകളുള്ള കുട്ടികൾക്ക് ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് സംബന്ധിച്ച് കൃത്യമായ ധാരണയുണ്ട്. പഴയതുപോലെയുള്ള കാപട്യം കൊണ്ടൊന്നും ഇലക്ഷൻ വിജയിക്കാൻ കഴിയില്ല എന്നുള്ളത് എൻ്റെ പഴയ പാർട്ടിക്കാർ പാലക്കാട് തിരഞ്ഞെടുപ്പോടുകൂടി അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേവലം ഒരു പാർട്ടി ഒരു സ്ഥാനാർത്ഥി അങ്ങ് നിശ്ചയിച്ച് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചാൽ അയാൾക്കങ്ങ് വോട്ട് ചെയ്തോളണം എന്ന് പറഞ്ഞാൽ സൗകര്യമില്ല എന്ന് പറയാൻ കഴിവുള്ള ഒരു യുവതലമുറ ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. അവർ തീർച്ചയായിട്ടും സ്ഥാനാർത്ഥിയുടെ മികവ്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന, ജനങ്ങളോടുള്ള കമ്മിറ്റ്മെൻറ്റ്,
അദ്ദേഹത്തിന്റെ ഊർജ്ജസ്വലത ഇതൊക്കെ പരിഗണിക്കും. അങ്ങനെ പരിഗണിച്ചപ്പോൾ പാലക്കാട് 916 ക്യാരറ്റുള്ള രാഹുൽ മാങ്കുട്ടത്ത് മത്സരിക്കുമ്പോൾ അവിടെ റോൾഡ് ഗോൾഡിന് എന്താണ് പ്രസക്തി എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് രാഹുലിന്റെ വലിയ ഭൂരിപക്ഷം. അത് രണ്ടാമത്തേത് അവിടുത്തെ UDFന്റെ പ്രവർത്തനം, അത് പറയാതിരിക്കാൻ പറ്റില്ല. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള, തിരുവനന്തപുരത്ത് അടക്കം വന്നിട്ടുള്ള പ്രവർത്തകരുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ട് നിന്ന് പോയിട്ടുണ്ട്. ഭക്ഷണം പോലും കഴിക്കാതെ ഞാൻ അവസാനത്തെ 5-6 ദിവസമാണ് ഞാൻ UDFന്റെ ഭാഗമായിട്ട്. എനിക്ക് വന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ 2 സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ച ആദ്യത്തെ വ്യക്തിയാണ് ഞാൻ. ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ കൃഷ്ണകുമാറിന് വേണ്ടിയിട്ടും അവസാനത്തെ ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പ്രവർത്തിച്ചയാളാണ്, വോട്ട് ചോദിച്ചയാളാണ് ഞാൻ. പക്ഷേ അങ്ങനെ ചെയ്തപ്പോൾ പോലും ഞാൻ എടുത്ത നിലപാട് ശരിയായിരുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എനിക്ക് സാധിച്ചു എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ്. അതിൻ്റെ കൂടി ഫലമായിട്ടാണ് പാലക്കാട്ടെ എതിരാളികൾക്ക് കടന്നു ചെല്ലാൻ സാധിക്കാതിരുന്ന, പോളിംഗ് ബൂത്തിൽ ഏജന്റുമാരെ ഇരുത്താൻ പോലും അനുവദിക്കാതിരുന്ന കണ്ണൂരിലെ CPMന്റെ പാർട്ടി ഗ്രാമങ്ങളെ പോലും വെല്ലുന്ന തരത്തിൽ ഉണ്ടായിരുന്ന രാവണൻ കോട്ടകൾക്കുള്ളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവ് കടന്നു ചെല്ലുകയും അവിടെ UDFന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതും വലിയ അഭിമാനത്തോടു കൂടി തന്നെയാണ് നമ്മളൊക്കെ കരുതുന്നത്. എന്തായാലും രാഹുൽ ഇനി മുതൽ പാലക്കാടിന്റെ രാഹുലാണ്. അദ്ദേഹം തീർച്ചയായിട്ടും ജനങ്ങൾ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം അദ്ദേഹം കാത്തു സൂക്ഷിക്കും. അദ്ദേഹത്തിന്റെ കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്. ഭാവിയിൽ കേരളം എങ്ങനെയായിരിക്കണം എന്ന് സംബന്ധിച്ച് ഭാവി കേരളത്തിന്റെ രചന നടത്താൻ ശേഷിയും ശേമോഷിയുമുള്ള ഒരു യുവ നേതാവ് അദ്ദേഹത്തെ പാലക്കാട് വിജയിപ്പിച്ചു എന്നുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട്. അദ്ദേഹത്തിന് എല്ലാ ഭാവുകളും നേർന്നുകൊണ്ട് ഇന്ന് ഈ പരിപാടിയിൽ എന്നെ കൂടി സ്വീകരിച്ചിട്ടുള്ള തിരുവനന്തപുരം DCCക്കും അതിന്റെ അധ്യക്ഷനും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. എന്തായാലും കോൺഗ്രസ് നേതൃത്വം വളരെ വ്യക്തമായി സന്ദീപ് വാര്യരോട് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടാൽ അദ്ദേഹം ഇനിയും വളരെ ശക്തമായി കോൺഗ്രസിൻ്റെ പ്രചാരകനായി ഈ വാർത്താ മാധ്യമങ്ങളിലെല്ലാം തന്നെ ചർച്ചകളിൽ എത്തുമെന്നാണ് അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.